മുഴുവനും സന്തോഷമാണിത്. ആൽഫ്രഡിൻ്റെ ഈ ഒരു സിവിൽ സർവീസിലേക്കുള്ള പ്രവേശനം നമുക്കെല്ലാവർക്കും കൂടുതൽ പ്രതീക്ഷയും പ്രത്യാശയും പകരുന്ന കാര്യമാണ്. കാരണം ഈ മലയോരത്തിൻ്റെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അറിഞ്ഞ് അവയോടെല്ലാം പടവെട്ടി ജീവിച്ച ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായ ആൽഫ്രഡ് ഇന്ത്യയുടെ സിവിൽ സർവീസ് സംവിധാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ പ്രിയപ്പെട്ട ആൽഫ്രഡ് ഞങ്ങൾക്കെല്ലാം വളരെ പ്രതീക്ഷയും മറ്റൊന്നുമല്ല, ഈ മലയോരത്തിൻ്റെ ബുദ്ധിമുട്ടുകളും വേദനകളും അറിയാവുന്ന ഉദ്യോഗസ്ഥര് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പല ഗവൺമെന്റ് സെക്രട്ടറിമാരോടും തിരുവനന്തപുരത്ത് പോയി സംസാരിക്കുമ്പോൾ ഏതപ്പാ ബോധമംഗലം എന്ന മട്ടിലാണ് അവർ പെരുമാറുകയും മറുപടി പറയുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമില്ല, ആനമതിൽ വേണമെന്ന് പറയുമ്പോൾ അവർ പറയും ആനയ്ക്ക് മതിലോ, മതത്തിന് വേണ്ടിയാണ് എന്ന് ചോദിക്കുന്നത്. ആന മതിൽ ബുദ്ധിപ്പെടുത്തിയാൽ അതിനകത്ത് കാര്യമില്ല. ഒരു മനുഷ്യരെ അവിടെ പണിതിട്ടുണ്ടാകുന്ന മതിൽ അത് വിജയകരമാണ്, ഞങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്ന കുറെ ഗവൺമെന്റ് സെക്രട്ടറിമാരെ നമ്മൾ കാണാറുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇവിടുത്തെ മലയോരത്തിന്റെ പല ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നാണ് എനിക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മലയോരങ്ങളിൽ നിന്ന് ഇപ്രകാരം നമ്മുടെ മക്കൾ ഈ തലങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ പ്രദേശത്തെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനും അതിനോട് സർഗാത്മകമായി സംവദിക്കാനും സാധിക്കും എന്നുള്ളതാണ് ആൽഫ്രഡിന്റെ ഈ നേട്ടത്തിൽ നമ്മൾ മലയോരത്തെ സകലമാന മനുഷ്യരും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആൽഫ്രഡിന്റെ മാതാപിതാക്കളെ ഞാൻ അഭിമാനത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾക്കും ഈ സന്തോഷം വളരെ പ്രധാനപ്പെട്ടതാണ്. വേഗയിൽ കുഞ്ഞിരാമൻ നായരുടെ ഒരു സൂക്തം ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഭാഗ്യവാനന്ദം പ്രസൂയേഥ മാ ശൂരം വാചകംഭിതം എന്നാണ്. സംസ്കൃതമായതുകൊണ്ട് നിങ്ങൾക്ക് മലയാളം കണ്ടു. ഭാഗ്യവാനന്ദം പ്രസൂയേഥ എന്ന് പറഞ്ഞാൽ അമ്മമാർക്കുള്ള ഉപദേശമാണ്. പ്രിയ അമ്മമാരെ, നിങ്ങൾ ഭാഗ്യമുള്ള മക്കളെയാണ് പ്രസവിക്കേണ്ടത്. മാ ശൂരൻ, ശൂരന്മാരെ പ്രസവിച്ചിട്ട് കാര്യമില്ല, അതെല്ലാവരുടെ അടിയുണ്ടാക്കി തോന്നുന്നു. പണ്ഡിതം, മാ ശൂരം നാജ പണ്ഡിതം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ പ്രസവിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് ലോകത്താർക്കും മനസ്സിലാകാത്ത തത്വജ്ഞാനങ്ങൾ പറഞ്ഞു പോകും. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു ഈ മാതാപിതാക്കൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാണ്. ഈ അമ്മയെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വചനം ഞാൻ ഉദ്ധരിക്കാം. ക്രിസ്തുവിന്റെ പ്രസംഗം കേട്ടപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നൊരാള് വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധരങ്ങളും ഭാഗ്യമുള്ളതാകുന്നു. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ അത്യുന്നതങ്ങളിൽ പിടിപാടുകളുള്ളവരും കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ നടത്തണമെന്നുള്ളതിൻ്റെ നാൾവഴികൾ കൃത്യമായി ഗണിക്കാൻ പ്രാപ്തിയുള്ളവരൊന്നും നിങ്ങൾ വെറും സാധാരണ കർഷകരായി ജീവിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മകനെ ഈ തലം വരെ എത്തിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് തീർച്ചയായും വേഗയിൽ രാമൻ നായർ പറഞ്ഞതുപോലെ ഭാഗ്യവാനന്ദം പ്രസൂയ. ശരിക്കും അതിനെ ഭാഗ്യമെന്ന് നന്നായി കൈയടിച്ചു. അതിനെ ഭാഗ്യം എന്ന് നമ്മൾ സിവിൽ ഭാഷയിൽ വിളിക്കുമ്പോൾ വിശ്വാസികൾ അതിനെ ദൈവകൃപ, ഈശ്വരാധീനം എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു കൃപയുടെ അഭിഷേകം ഈ മകനുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യം. ഈ കൃപയുടെ അഭിഷേകത്തിൽ ആൽഫ്രഡ് വളരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനവും സന്തോഷവും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇവിടെ സ്വാഗത പ്രസംഗത്തില് പ്രിയപ്പെട്ട വേണ്ടി, അതായത് 18 വയസ്സ് വരെയുള്ള സമയത്ത് ചെലവഴിക്കുന്നത് ഏകദേശം എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തെ പടുത്തുയരാണ് ഒക്കെ കടന്നു പോകുമ്പോൾ അവിടുത്തെ 20 വയസ്സ് വരെ വളർത്തിയെടുക്കുന്ന
ഒരു കഷ്ടപ്പാടും ഈ പറഞ്ഞ വികസിത രാജ്യത്തിന്റെ കഷ്ടതകളിൽ വളർത്തിയെടുത്ത മക്കളുടെ ബുദ്ധിയും ശക്തിയും ഉപയോഗ രാജ്യം നീങ്ങി പോകുമ്പോൾ കഴിവും പ്രാപ്തിയുമുള്ള മക്കൾ ഇവിടെ നിന്നാൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് ആൽഫ്രഡിന്റെ സാന്നിധ്യം. ആൽഫ്രഡിനും വലിയ പ്രലോഭനങ്ങൾ ഇവിടെ നിന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി രാജ്യത്തോടുള്ള കരുതലും കടപ്പാടും അത് പ്രിയപ്പെട്ട ആൽഫ്രഡ്, നീ വളർന്നു വന്ന സാഹചര്യം ഒരു ക്രിസ്തീയ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള ക്രിസ്തീയത എന്ന് പറയുന്ന നിലപാടുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മനുഷ്യദർശകരാണ്. എല്ലാവരും ഒരുപോലെ ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം. ക്രിസ്ത്യാനിയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. തന്റെ ഛായയിൽ സാദൃശ്യത്തിലുള്ള ആ വലിയ മാനവ ദർശനം, അതാണ് ആൽഫ്രഡ് ഈ ഒരു അന്തരീക്ഷത്തിൽ മനുഷ്യനായി ആദരിച്ചു എന്ന് ബൈബിൾ പറയും. അതിന്റെ അർത്ഥം എന്താണ്? ദൈവീകതയും മാനുഷികതയും ഇല്ലാത്തതാണ് എന്ന പരമമായ സത്യം ഓരോ ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട ആൽഫ്രഡ്, ഈ ഒരു ജീവിത ദർശനം ആൽഫ്രഡിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ അഭിമാനമുള്ളവരാകുവാൻ വളരെയധികം സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ എത്തിയത്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ 40ാം ഓർമ്മദിനമാണ് ഇന്ന്. അവിടുന്ന് രാത്രി തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ എത്തിയത്. പങ്കെടുക്കാൻ കഴിയുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ടായി. പക്ഷേ രണ്ടുപേരെ കാണണമെന്നുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടാണ് അവിടെ ഞാൻ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. ഒന്ന്, നമ്മളെല്ലാം ഇന്നിവിടെ ആദരിക്കുന്ന ശ്രീ നമ്മുടെ ആൽഫ്രഡ് IAS. രണ്ട്, നമ്മുടെ ആർച്ച് ബിഷപ്പ് ബ്ലാമ്പാനി പിതാവ്. രണ്ടുപേരെയും കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇന്നിവിടെ എത്താൻ സാധിച്ചത്. ഈ ചടങ്ങ് കൊച്ചുകുട്ടികളുടെ അതിമനോഹരമായ ഗാനാലാപത്തിലൂടെ നൃത്താവിഷ്കരണത്തിലൂടെയാണ് ആരംഭിച്ചത്. നയന മനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. എത്ര മനോഹരമായിട്ടാണ് ആ കൊച്ചുകൾ ഗാനത്തിനനുസരിച്ച് നൃത്തച്ചുവടുകൾ വെച്ചത്. നല്ല പരിശീലനമാണ് കുട്ടികൾക്ക് കിട്ടുക. അപ്പോൾ ഒരു യോഗത്തിൻ്റെ ആരംഭം തന്നെ സ്വാഗതമാണ്. സ്വാഗതം വളരെ മനോഹരമായിട്ട് നമ്മുടെ മാത്യു കരുകൾ വെച്ചപ്പോൾ പ്രാർത്ഥന അതിനേക്കാൾ അതിമധുരമായി. ഇനിയിപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ നാട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസം. സന്തോഷിക്കാൻ ആരംഭിക്കുന്ന ദിവസങ്ങൾ പലതായി. ശ്രീ ആൽഫ്രഡിന് IAS കിട്ടിയെന്ന് അറിഞ്ഞ നിമിഷം തന്നെ അദ്ദേഹത്തെ ഞാൻ ടെലിഫോൺ വിളിച്ചിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തായി. ഞാൻ കാസർഗോഡ് നിന്ന് പാടിച്ചാൽ വന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് വിൻസെൻ്റെയും ത്രേസ്യയെയും കണ്ടിരുന്നു. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നല്ല മഴ പെയ്യുന്ന ഒരു ദിവസം അവർ രണ്ടുപേരെയും കണ്ട് അവരോട് രണ്ടുപേരോടും പറഞ്ഞു, മകനെ വിളിച്ചു, ഫോണിൽ കിട്ടിയത് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും മകന് IAS കിട്ടിയുള്ള സന്തോഷം നിങ്ങളെ നേരിട്ട് അറിയിക്കാനാണ് ഞാൻ എത്തിയത്. പിതാവ് സൂചിച്ചതുപോലെ ഭാഗ്യശാലികളായ ഒരു അച്ഛനും അമ്മയാണ്. കാരണം ഈ IAS കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള. ബ്രിട്ടീഷുകാരുടെ കാര്യത്താണ് നമുക്കറിയാമെന്ന് ICS ആരംഭിച്ചത്. ICS എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് ആരംഭിച്ചതാണ്. അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ലോർഡ് കോൺവാലിസ് ആണ് ഈ ICSന്റെ പിതാവായി ലോകത്ത് അറിയപ്പെടുന്നത്.
ലോകത്തെ ഏറ്റവും കാഠിന്യമേറിയ പരീക്ഷ, പ്രയാസകരമായ പരീക്ഷയാണ് ICSന്റെ പരീക്ഷ എന്ന് പറയുന്നത്. പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യൻ റവന്യൂ സർവീസാണ്, പിന്നെ രണ്ടാമത്തെ നിലപറയും IFS, ഇന്ത്യൻ ഫോറിൻ സർവീസാണ്. IFS രണ്ടുണ്ട്, ഒന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസും ഉണ്ട്, ഇന്ത്യൻ ഫോറിൻ സർവീസും. അയാൾ കാണുന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു അവസരം അയാൾ അറിയാതെ അയാളുടെ മുമ്പിലേക്ക് ഓടിയെത്തും എന്നാണ് പറയുന്നത്. സ്വപ്നം കണ്ടാൽ മാത്രം പോലെ നമ്മുടെ പഴയ രാഷ്ട്രപതി അബ്ദുൽ കലാം നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ കുട്ടികൾ സ്വപ്നം കാണണം, വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രയത്നിച്ചാൽ അത് സാക്ഷാത്കരിക്കപ്പെടും. അങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ട നമ്മുടെ ആൽഫ്രഡിനും അത്തരം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, IAS കിട്ടാൻ. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് അദ്ദേഹത്തിന് IAS കിട്ടിയത്. അസിസ്റ്റന്റ് കളക്ടർ മുതൽ ക്യാബിനറ്റ് സെക്രട്ടറി വരെയാകാം അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആകുന്നത് കാണാൻ ഞങ്ങളാരും ഇല്ലെങ്കിലും ഒരു തർക്കവും വേണ്ട, കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടല്ലാതെ അദ്ദേഹം പ്രത്യേകം ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ കേരളത്തിൽ വേണ്ടെന്ന് അദ്ദേഹം തീരുമാനമെടുത്താൽ കേന്ദ്രത്തിൽ പോയാൽ ക്യാബിനറ്റ് സെക്രട്ടറി ആകാം, ഭാവി പ്രധാനമന്ത്രിമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരാകാം. അപ്പോൾ ഏറ്റവും സീനിയറായ ഒരു IAS ഓഫീസറായിട്ട് മാത്രമേ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യാൻ പറ്റൂ. കാര്യം ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം വളരെ ചെറുപ്പമാണ്, യൗവനത്തിലാണ് ഈ അവസരം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അസിസ്റ്റന്റ് കളക്ടറിൽ നിന്ന് യാത്ര ആരംഭിച്ച് കേരളത്തിൽ ചീഫ് സെക്രട്ടറി, കേന്ദ്രത്തിലാണെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി വരെ പോകാൻ കഴിയും എന്നുള്ളതാണ് സത്യം. ഇപ്പം നമുക്കറിയാം, ഈ 30 എണ്ണം കൂടാതെ വേറെ ഒരു സിവിൽ സർവീസ് കൂടി നമ്മൾ രാജ്യത്ത് ആരംഭിക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 311 അനുസരിച്ചിട്ട് രാജ്യസഭയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ 31ാമത് ഒരു സിവിൽ സർവീസിൽ ഏതെങ്കിലും ഒരു പുതിയ ഘടകം ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്ര കണ്ട് പ്രാധാന്യമുള്ള ഒന്നാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ളത്. ഭരണഘടനാ ശില്പികൾ വിലയിരുത്തിക്കൊണ്ടാണ് രാജ്യസഭയുടെ ആർട്ടിക്കിൾ 311 അനുസരിച്ചിട്ട് രാജ്യസഭയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി 31ാമത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിക്കാൻ. ഞാൻ ആ ഗുരുവിനെ കാണാനായിട്ടൊരിക്കൽ ഒരു കൊച്ചുകുട്ടി ഗുരുവിനെത്തി എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് അങ്ങ് എന്നെ ശിഷ്യനാക്കണം, എനിക്ക് വിദ്യ അഭ്യസിച്ചു തരണം. അപ്പൊ പാടലിപുത്രത്തിലെ ആ മഹർഷി, ആ ഗുരുജി പറഞ്ഞു, നീ ആദ്യം നിന്റെ കൈയൊന്ന് നീട്ടാൻ പറഞ്ഞു. അപ്പൊ ആ കൊച്ചുകുട്ടി കൈ നീട്ടിയിട്ട് മഹർഷി കൈയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ കൈപ്പത്തി നിന്റെ വിദ്യാരേഖ കാണുന്നില്ല, അതുകൊണ്ട് നിനക്ക് വിദ്യ അഭ്യസിക്കാനുള്ള യോഗമുണ്ട്. കാരണം കയ്യിൽ തന്നെ നിനക്ക് വിദ്യാരേഖയുണ്ട്, ആയുർരേഖയുണ്ട്, എല്ലാ രേഖയും കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ എത്ര നോക്കിയിട്ടും നിന്റെ കയ്യിൽ വിദ്യാരേഖ ഇല്ലാത്തതുകൊണ്ട് നിനക്കൊരിക്കലും എൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല, നിനക്ക് ഞാൻ വിദ്യ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നില്ല, നിനക്ക് പോകാൻ. അവൻ നിരാശനായി മടങ്ങിപ്പോയില്ല. പിറ്റേന്ന് വീണ്ടും അവൻ വന്നു. വരുമ്പം നാരായം കൊണ്ട് അവൻ്റെ കൈക്കകത്ത് അവനൊരു വിദ്യാരേഖ സൃഷ്ടിച്ചുകൊണ്ടാണ് വരുന്നത്. ആ രേഖയിലൂടെ ഇങ്ങനെ രക്തം വാർന്നിരിക്കുക. പിറ്റേന്ന് മഹർഷിയോട് ചെന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം കൈ നീട്ടിട്ട് പറഞ്ഞു, അങ്ങ് നോക്കിയിട്ട് എൻ്റെ കയ്യിൽ വിദ്യാരേഖ ഉണ്ടോ ഇല്ലോ. കൈ നോക്കിയപ്പോൾ ഇങ്ങനെ കയ്യിൽ രക്തം കുടിഞ്ഞു വരികയാണ്. ആരായം കൊണ്ട് ഒരു വിദ്യാരേഖ അവൻ സ്വയം തന്റെ കയ്യിലുണ്ടാക്കി. അപ്പൊ അവന് വിദ്യ അഭ്യസിക്കാനുള്ള അഭിവാഞ്ച ഗുരുജിക്ക് മനസ്സിലായി. അങ്ങനെ ഗുരുജി പറഞ്ഞു, നിനക്കിപ്പോ നിന്റെ കൈ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായി നിനക്ക് വിദ്യ അഭ്യസിക്കാനുള്ള യോഗം. അങ്ങനെ അദ്ദേഹം അത് കണ്ടുപിടിച്ചിട്ടില്ല, അത്ര പവർഫുള്ളാണ്. ആ മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്താൽ തഥാസ്തു, മനസ്സ് തീരുമാനിക്കുന്നിടത്തേക്ക് ശരീരത്തിൽ മനസ്സ് കൊണ്ടുപോകും. ഈ പറയപ്പെടുന്ന കൊച്ചുകുട്ടിയെ പോലൊരു തീരുമാനമെടുത്ത് അഭ്യസിക്കാൻ തീരുമാനമെടുത്ത് വിദ്യ അഭ്യസിച്ച് അവസാനം സംസ്കൃത വ്യാകരണത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യനായി അദ്ദേഹം മാറിയെന്ന് പറഞ്ഞാൽ നമുക്കതിൽ നിന്ന് തന്നെ ഓരോരുത്തരുടെ മനസ്സിനൊരു ശക്തി. ശ്രീ ആൽഫ്രഡ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാനം. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ 4 വരി കവിതയുണ്ട്. ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും
ഏതെന്ത്രവൽകൃത യുഗത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൽ മണവും മമതയും സ്നേഹവും ഇത്തിരി കൊന്നു. ഗ്രാമീണ ജനതയുടെ മനസ്സ്, മലയോര മേഖലയിലെ ജനങ്ങളുടെ മനസ്സ് ഒന്നപ്പൂ പോലെ പരിശുദ്ധം, പളുങ്ക് പാത്രം പോലെ പവിത്രം. അവിടെ നിന്നാണ് ഒരു IAS അസിസ്റ്റന്റ് കളക്ടർ. നമുക്കറിയാം, ഇത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടമാണ്. IASകാരെ എല്ലാം IPSകാരെയൊക്കെ കൈപ്പിടിയിൽ നിർത്താൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്ന കാലം ഏത് ഭരണം വന്നാലും. അതുകൊണ്ട് നിഷ്പക്ഷമായി, നീതിപൂർവമായി, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും. എവിടേക്ക് സ്ഥലം മാറ്റിയാലും അവിടേക്ക് പോകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യം ഏതാണ്ട് 280 വർഷക്കാലം വൈദേശിക ആധിപത്യമുള്ള രാജ്യമായിരുന്നു. ഒരുപാട് ആളുകൾ ജീവത്യാഗം ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യം അത് അനസ്യൂതം അഭംഗുരം നിലനിൽക്കണം. നമ്മുടെ ജനാധിപത്യത്തിന് ഒരു പോറപോലും വെക്കാൻ പറ്റില്ല. അതിനേക്കാൾ 80% ഹിന്ദുക്കളുള്ള ഈ രാജ്യം, ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, മുസൽമാനുണ്ട്, പാർസിയുണ്ട്, ബൗദ്ധനുണ്ട്, ജൈനനുണ്ട്, സിഖുകാരുണ്ട്. മതാത്മകമായ ഒരു സമൂഹമാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ സൗന്ദര്യം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, ബഹുസ്വരത, അതാണ് മതേതരത്വം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറഞ്ഞിരിക്കുന്നത്, the state shall not deny to any person equality before law or equal protection of the law within the territory of India. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീഴുന്ന എല്ലാവരും ഭരണഘടനയുടെ മുമ്പിൽ സമന്മാരാണ്, തുല്യന്മാരാണ്. ആ ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന മൗലികമായ സ്വാതന്ത്ര്യം അത് ഈ മണ്ണിൽ നിലനിർത്താൻ ഈ രാജ്യത്തിൻ്റെ ഒരു ഭടൻ, സേവകൻ എന്നുള്ള നിലയ്ക്ക് IASകാർക്ക് ബാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന അത് അമൂല്യമായ ഒരു ഗ്രന്ഥമാണ്. ആ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അത് ചോദ്യം ചെയ്യാൻ, അട്ടിമറിക്കാൻ ആർക്കും ഇന്ത്യയുടെ ഭരണഘടന അവകാശം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ, ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടുള്ള ഓരോ ജാതിക്കും മതത്തിനും കൊടുത്തിട്ടുള്ള അവകാശം, അതിൽ തൊട്ട് കളിച്ചാൽ അതിനെ ശക്തമായി എതിർക്കാൻ ഭരണഘടന വിധേയത്വമുള്ള IASകാർക്ക് ബാധ്യതയുണ്ട്. രാജ്യത്തോട് പൂർവ്വം വിധേയത്വവും പ്രതിബദ്ധതയുമുള്ള രാജ്യത്തിൻ്റെ ഒരു കാവൽ ഭടനായി നമ്മുടെ ഈ നാടിൻ്റെ ഓമനപുത്രൻ ശ്രീ OV ആൽഫ്രഡ് മാറട്ടെ. ഈ ജീവിതയാത്രയിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാകും. എല്ലാ തരത്തിലും അങ്ങേ അഭിനന്ദിക്കുന്നു. അങ്ങയുടെ ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുന്നതിന് ആദ്യപടിയായി അസിസ്റ്റന്റ് കളക്ടർ, അവിടെ നമ്മൾക്ക് പരമാവധി എത്താൻ അങ്ങേ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ, ആശീർവാദത്തോടെ, അംഗീകാരത്തോടെ പ്രൗഢഗംഭീരമായ ഈ സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഞങ്ങൾക്കൊപ്പമുള്ളവർ പങ്കെടുക്കുന്നു. IAS എത്തിയപ്പോൾ ഈ നാടിന് വലിയ സന്തോഷമുണ്ട്. നാടിൻ്റെ ആ സന്തോഷത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ആൽഫ്രഡിൻ്റെ ഉപ്പയും അമ്മയും സഹോദരനും സഹോദരിയും ഇവിടെ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെല്ലാവരും പങ്കെടുത്തിട്ടുള്ളൊരു ചടങ്ങിലാണ് നാളെ നേരത്തെ IAS ലഭിച്ചിട്ടുള്ള ആൽഫ്രഡിന് സ്നേഹനിർഭരമായിട്ടുള്ളൊരു സ്വീകരണം നൽകി. ഇന്ന് IASൻ്റെ ലബ്ധിയിലൊരു സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടതിന് ശേഷം ആ ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിലാണ് അസിസ്റ്റന്റ് കളക്ടർ എന്ന നിലയിൽ പാലക്കാട് ജില്ലയുടെ ചുമതലയിൽ ആൽഫ്രഡ് വന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ വിശുദ്ധമായിട്ടുള്ള പള്ളി അങ്കണത്തിൽ നാട്ടുകാരൊക്കെ ചേർന്ന് ഇങ്ങനൊരു സ്വീകരണം ആൽഫ്രഡിന് നൽകുന്നത്. ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു പദവിയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS. കഠിനമായിട്ടുള്ള പരീക്ഷയും ഏറ്റവും വിഷമകരമായിട്ടുള്ള ഇൻ്റർവ്യൂവും എല്ലാം കഴിഞ്ഞിട്ടാണ് IASൻ്റെ പരിശീലനത്തിലൂടെ ഈ ഒരു ഭരണപരമായിട്ടുള്ള ചുമതലയിലേക്ക് ആൽഫ്രഡിനെ പോലുള്ള
ചെറുപ്പക്കാർ കടന്നു വരുന്നത്. ഞാനൊരു കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. ഒരു ഉന്നതമായിട്ടുള്ള പദവിയാണ് IAS. പക്ഷേ കൈകാര്യം ചെയ്യുന്നത് മുഴുവനും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പിതാവ് സൂചിപ്പിച്ചത് ശരിയാണ്. മലയോരത്തിൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ജീവിത പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അറിയുന്ന ഒരാൾക്ക് നാടിൻ്റെ ഏത് കോണിലെത്തിയാലും അവിടെയുള്ള മനുഷ്യരുടെ വിഷമങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസൃതമായി കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നതിന് സാധിക്കും. തർക്കമില്ലാത്ത കാര്യം നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല. ഇവിടെ ചെറുപുഴയിലും അതിനപ്പുറത്തുള്ള തോമാപുരത്ത് പോലുള്ള സ്കൂളുകളിൽ, സാധാരണ സ്കൂളുകളിൽ പഠിച്ച് ബിരുദ പഠനത്തിനാണ് പുറത്തു പോയിട്ടുള്ളൊരു പഠനത്തിലേക്ക് ആൾക്കാർ പോയത്. നമ്മളെല്ലാം കൂടിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് ഇവിടെ പഠിച്ച് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഠിനമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ഉന്നതമായിട്ടുള്ള ഈ ഒരു നേട്ടം കൈവരിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും അത് നാട് മുഴുവനും ഏറ്റെടുക്കുന്ന, നമുക്കെല്ലാവർക്കും കിട്ടുന്നൊരു വലിയ അവാർഡ് പോലെയാണ് ആൽഫ്രഡിനുള്ള ഈ ഒരു അംഗീകാരം. ഈ ഒരു സ്നേഹനിർഭരമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ആൽഫ്രഡിന് സർവ്വ വിജയങ്ങളും നേർന്നുകൊണ്ട് ഒരു ഓണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ചേരുന്ന സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. നിങ്ങൾക്കെല്ലാവർക്കും ഓണാശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അനുമോദന യോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും സ്നേഹം നിറഞ്ഞതും ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കണ്ടതുമായ ഒരു അനുമോദനം എനിക്കിതിനു മുമ്പ് വേറെ കിട്ടിയിട്ടില്ല. അപ്പം അതിന് മനസ്സ് നിറഞ്ഞ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ വളരെ സ്നേഹത്തോടെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളു. നമുക്കറിയാം, നമ്മുടെ പാഠശാലയിൽ പുതിയ ഇടവകയാണ്, നമ്മൾ അധികമായിട്ടില്ല. അപ്പം ആ ഒരു ഇതിൽ തന്നെ ഞാൻ പാഠശാലയിൽ നിന്ന് +2 പാസ് ഔട്ടായ ആദ്യത്തെ ബാച്ചിൽപ്പെട്ട ആളാണ്. അപ്പം ഇവിടുത്തെ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ +2 ഫസ്റ്റ് സൺഡേ സ്കൂൾ ലീഡർ ഈ ഒരു ഇടവകയുടെ ആവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഇടവകയിൽ നിന്നും ഇനിയും ഇതുപോലെ ഒരുപാട് കുട്ടികൾ സിവിൽ സർവീസ് പരീക്ഷയിൽ മാത്രമല്ല മറ്റു മത്സര പരീക്ഷകളിലും മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് ഈ ഒരു ചടങ്ങ്, ഇതുപോലത്തെ ഒരു വിജയോത്സവം എല്ലാ വർഷവും നടത്താൻ സാധിക്കണം. പൊതുവെ നമ്മൾ നോക്കിയാൽ ഈ ഒരു മലയോര മേഖലയിൽ നിന്നും ഈ ഒരു മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നവരുണ്ട്. പക്ഷെ എണ്ണം നോക്കിയാൽ താരതമ്യേന നോക്കുവാണെങ്കിൽ സംസ്ഥാനത്തെ ബാക്കി ജില്ലകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പം അതിന്റെ പ്രധാന കാരണം നമുക്ക് റിസൾട്ട് കിട്ടാത്തതുകൊണ്ടല്ല, നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാണ്. ഇപ്പം ചെറുപ്പകാലം തൊട്ടേ വിവിധ മത്സര പരീക്ഷകളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് അതിന് പ്രിപ്പയർ ചെയ്ത് നല്ലോണം ഒരു അറ്റംപ്റ്റ് കൊടുക്കുന്നവർ ഈ ഒരു മലയോര ഭാഗത്ത് നിന്ന് വളരെ കുറവാണ്. അപ്പം എൻ്റെ കാര്യത്തിലും ഞാനൊരു 10ാം ക്ലാസ് വരെ ഈ ഒരു സിവിൽ സർവീസ് എന്ന മോഹം, IAS എന്ന ഒരു ലക്ഷ്യത്തിലോ ഉറച്ചായിരുന്നു എൻ്റെ പഠനം. ഞാൻ ആദ്യമായിട്ട് IAS കാണുന്നത് 10ൽ നല്ലൊരു മാർക്ക് വാങ്ങിയതിന് കണ്ണൂർ വെച്ചിട്ട് നമുക്ക് ജില്ലയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ എല്ലാവർക്കും ജില്ലാ ആസ്ഥാനത്ത് വെച്ചിട്ട് കളക്ടർ നൽകുന്ന ഒരു അനുമോദനം ഉണ്ടാവും. ആ ഒരു സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു കളക്ടറിനെ കാണുന്നത്, അന്നത്തെ കണ്ണൂർ കളക്ടർ രത്തൻ സാറിനെ കാണുന്നത്. അപ്പം അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും ഇങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെന്നും എനിക്ക് അറിയാൻ സാധിച്ചത്. പിന്നീട് കോളേജിൽ ചെറുതായിട്ട് ഈ ഒരു UPSCയുടെ ഒരു എക്സ്പോഷർ കിട്ടി. പക്ഷെ ആ ഒരു സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണോ വേണ്ടയോ എന്നുള്ളത്. കാരണം നമ്മൾ ഒരു പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ ഏകദേശം 10 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നതിൽ ഏകദേശം 700 പേര് ഫൈനൽ ഒരു റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. അത് ഇപ്പോൾ എൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് ഏകദേശം 0.1% താഴെയാണ്. അപ്പം ഒരു സംശയം ഉണ്ടായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം ജോലി ചെയ്തിരുന്നു. പിന്നീട് ജോലി രാജിവെച്ചിട്ടാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടി പോയത്. ഇന്നിവിടെ പ്രസംഗത്തിന്റെ സമയത്ത് പിതാവ് പറയുകയുണ്ടായി, നമ്മൾ നിരാശപ്പെടാണ്ട് വീണ്ടും വീണ്ടും പ്രയത്നിക്കുന്നതിനെ കുറിച്ചും വീണ്ടും വീണ്ടും ലക്ഷ്യത്തിലേക്ക് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചും. അപ്പം അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ പ്രയത്നത്തിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാനിത് ക്ലിയർ ആയിരുന്നില്ല. ആദ്യത്തെ അറ്റംപ്റ്റിൽ മെയിൻസ് പരീക്ഷയിൽ തോക്കുകയാണ് ഉണ്ടായത്. അപ്പം പിന്നീട് ആ ഒരു സമയത്താണ് കൊറോണയൊക്കെ വന്നത്. പിന്നീട് എക്സാം നീണ്ടു പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ശ്രമത്തിലും എനിക്ക് IAS എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 310ാമത്തെ റാങ്കാണ്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നേരത്തെ നമ്മുടെ MP പറഞ്ഞതുപോലെ ഈ ഒരു 30 സർവീസിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് സർവീസായ IPOS എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്, അതായിരുന്നു കിട്ടിയത്. അതിനുശേഷം വീണ്ടും 2021 എക്സാമിൽ ആ ഒരു സർവീസിൽ ഇരുന്നുകൊണ്ട് ശ്രമിച്ച് അങ്ങനെയാണ് 57ാമത്തെ റാങ്കിൽ എത്തിയത്. അപ്പോൾ ഒരു 4 വർഷത്തോളം നീണ്ടുന്നൊരു പ്രയത്നമായിരുന്നു. അപ്പൊ ഈ ഒരു എക്സാമിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ
നമുക്ക് ഒരു വർഷം നീങ്ങുന്ന പ്രോസസ്സാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ ഒരു എക്സാം നടക്കുള്ളൂ. അപ്പൊ നമ്മൾ 3 ഘട്ടങ്ങളായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. അപ്പൊ നമ്മൾ ഫൈനൽ റൗണ്ട് തോറ്റു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആദ്യം തന്നെ തുടങ്ങണം. ഫ്രം സ്ക്രാച്ച് വീണ്ടും തുടങ്ങി പ്രിലിംസ്, മെയിൻസ് ഈ ഒരു ഘട്ടമായി ക്ലിയർ ചെയ്ത് ചെയ്ത് വേണം ഫൈനലിലേക്ക് എത്താൻ. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 3 പ്രാവശ്യത്തോളം ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു തോൽവികളിലും ഏറ്റവും കൂടുതൽ കൂടെ വന്നത് വീട്ടുകാരും ഒരുപാട് സുഹൃത്തുക്കളുമാണ്. നമുക്കറിയാം, നമ്മളൊരു 23-24 വയസ്സിൽ ഒരു ജോലി ഇല്ലാണ്ട് വീട്ടിൽ നിന്നാൽ എല്ലാ പേരൻസും അല്ലെങ്കിൽ എല്ലാ സഹോദരങ്ങളും അത് നന്നായിട്ട് റിസീവ് ചെയ്യില്ല. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം തരാണ്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളത്രയും കാലം ഈ എക്സാമിന് തയ്യാറെടുത്തോളാൻ പറഞ്ഞ് എല്ലാ പ്രോത്സാഹനവും തന്ന എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഞാൻ ഈ ഒരു സമയത്ത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇടവക സമൂഹത്തിന് ഞാൻ സ്കൂളിലേക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങളിലേക്ക് പങ്കെടുക്കുന്നത് മിഷലിംഗിലായാലും KCMലായാലും ഇവിടെയുള്ള നമ്മുടെ കലോത്സവങ്ങളിലൊക്കെ ആയിരുന്നു. ഇപ്പം വിശ്വാസോത്സവം കോർഡിനേറ്റ് ചെയ്യുന്നതിനായാലും ഇപ്പം ഞാൻ കുറച്ചും കൂടി ഒരു ലീഡർഷിപ്പ് ട്രേറ്റൊക്കെ പിക്ക് ചെയ്യുന്നത് നമ്മുടെ ബൈബിൾ കലോത്സവമൊക്കെ അനുബന്ധിച്ച് നമ്മുടെ പരിപാടിയിൽ കൂടെയാണ്. അപ്പം അതിന് ഇവിടെ വരുന്ന ഇവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപകരും പിന്നെ അതിന് മുന്നേ 11ാം ക്ലാസ് വരെ പഠിച്ച ചെറുപുഴയിലെ സൺഡേ സ്കൂൾ അധ്യാപകരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഇവിടെ ചെറുപുഴ സെന്റ് മേരി സ്കൂളിലെ ഒരുപാട് അധ്യാപകരുണ്ട്. അപ്പം ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് ചെറുതായിട്ട് കൈവരിച്ചതെന്ന്. അതുപോലെ തന്നെ തോമാപുരത്ത് ഒരുപാട് അധ്യാപകരുണ്ട്. അപ്പം അവരെയും ഞാൻ ഈ ഒരു സമയത്ത് സന്തോഷപൂർവ്വം ഓർക്കുന്നു. അപ്പം അവരൊന്നും കറക്റ്റ് സമയത്ത് പ്രോപ്പർ ഗൈഡൻസ് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പം ആ ഒരു അധ്യാപകരെയും വളരെ സ്നേഹത്തോടെ ഈ ഒരു നിമിഷം ഞാൻ ഓർക്കുന്നു. അപ്പൊ അവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഓരോരുത്തരോടുമാണ് നമ്മൾ ഈ ഇടവകയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി നടത്തുന്നതെങ്കിലും എൻ്റെ വീടിനടുത്തുള്ളവർ അതുപോലെ ടൗണിലുള്ളവർ അച്ഛന് കടയായിരുന്ന കാരണം ഒരുപാട് വ്യാപാരികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു നാട്ടിൽ നിന്ന് നിങ്ങൾ തന്നൊരു സ്നേഹത്തിന് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പരീക്ഷയുടെ ഒരു ജസ്റ്റ് ഒരു ഘട്ടം മാത്രമേ കടന്നിട്ടുള്ളൂ. ഈ ഒരു 10-35 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കരിയർ മുന്നോട്ടുണ്ട്. അപ്പൊ ആ ഒരു കരിയറിലും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഇനിയും ഇതുപോലെ നമ്മുടെ മലയോര മേഖലയിൽ നിന്നും ഒരുപാട് കുട്ടികൾ വരണം. ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്ന കുട്ടികൾ കുറച്ചുപേരെങ്കിലും ഈ ഒരു സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഭാവിയിൽ അവർക്ക് വേണ്ടി നടക്കുന്ന ഒരു അനുമോദന ചടങ്ങിൽ ഒരു ഗസ്റ്റായിട്ട് വരാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതിനുശേഷം നമ്മുടെ രൂപതയിലാണെങ്കിലും ഇപ്പൊ പാഠശാലയിൽ തന്നെയാണെങ്കിലും സിവിൽ സർവീസിന്റെ ഫൗണ്ടേഷൻ കോഴ്സസും ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് ഉണ്ട് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളും മക്കളോടൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ എത്താൻ സഹായിക്കുന്ന ഒരു കരിയറാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഒരു ട്രെയിനിങ് ആയാലും നമുക്ക് 2 വർഷം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങിൽ ഏകദേശം 1 വർഷത്തോളം മസൂരിയുള്ള ഒരു അക്കാഡമിയിലാണ്, ഉത്തരാഖണ്ഡിലുള്ള മസൂരിയുള്ള ഒരു അക്കാഡമിയിൽ. അപ്പൊ നമ്മുടെ ഒരു ഇന്ത്യയുടെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ക്യാമ്പസ് ലൈഫാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ഒരു 150 പേർക്ക് ഒരുമിച്ചാണ് നമുക്ക് അവിടെ ട്രെയിനിങ് കിട്ടുക. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവിതാനുഭവങ്ങളും ഒരുപാട് രാജ്യത്തിന്റെ പല സ്ഥലത്ത് നടക്കുന്ന നല്ല നല്ല കാര്യങ്ങളും പഠിക്കാനും അത് നമ്മുടെ ഒരു കരിയറിലും നമ്മുടെ ഒരു കർമ്മമണ്ഡലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു എക്സ്പോഷർ കിട്ടുന്ന ഒരു വളരെ നല്ലൊരു ട്രെയിനിങ്ങും ഈ ഒരു IAS പരിശീലനത്തിന്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അസിസ്റ്റന്റ് കളക്ടർ എന്നുള്ളതും ഒരു ട്രെയിനിങ് പോസ്റ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2 മാസം ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ശരിക്കുള്ള സബ് കളക്ടർ പോസ്റ്റ് വരുന്നത്. അപ്പം ഇനിയും ഈ ഒരു കരിയറിൽ മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ തേടുന്നു. ഒപ്പം ഈ ഒരു ചടങ്ങ് ഇത്രയും മനോഹരമായിരിക്കും, ഇത്രയും പേര് പങ്കെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മുടെ വികാരിയച്ഛൻ മാത്യുച്ചൻ എന്നാണ് നാട്ടിലേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് വരുന്നുണ്ട് അച്ഛൻ എന്ന് പറഞ്ഞോളൂ. അപ്പം അച്ഛന് ഒരു വലിയ നന്ദി അറിയിച്ചോളൂ. അച്ഛൻ മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് വളരെ സ്നേഹത്തോടെ, അതിൽ എനിക്ക് അനുമോദനം എന്നതിലുപരി നമ്മുടെ ഇടവകയിലെ കുട്ടികൾക്കും നമ്മുടെ പാടിയൊടിച്ചാലും മറ്റു കുട്ടികൾക്കും വിവിധ മത്സര പരീക്ഷകൾ തയ്യാറെടുക്കാൻ ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ വാർഷിക നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. സംഘടിപ്പിച്ചത് പാടിയോട്ടിയാൽ സെന്റ് സെബാസ്റ്റ്യൻ സഭയുടെ ആഭിമുഖ്യത്തിലാണ്. ഇപ്പം ഞാൻ ശ്രദ്ധിച്ച് നമ്മൾ ഒരു ചർച്ചിൻ്റെ ഒരു ഇടവകയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ അണിനിരന്ന ജനങ്ങൾ, അതാണ് നമ്മളെ കേരളത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. അതിവിടെ കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്.
ആരാണ് ഒരു സംഘാടനത്തിനൊരാൾ ഉണ്ടാവണം. ആ സംഘാടനത്തിൽ നമ്മുടെ നാടിൻ്റെ സ്നേഹവായ്പകൾ പ്രകടിപ്പിക്കാൻ എത്തിയിട്ടുള്ള ഈ ജനങ്ങളിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറെ സന്തോഷകരമായ അവസ്ഥ. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആൽഫ്രഡിന് IAS ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഫാദർ എൻ്റെ വളരെ പഴയ സുഹൃത്താണ്, വീട്ടിലെത്തിയിരുന്നു. അഭിനന്ദനം ഞാൻ എത്തിയിരുന്നു. ഇവിടെ IAS ഇപ്പോൾ അസിസ്റ്റന്റ് കളക്ടറാണ്, പിന്നെ സബ് കളക്ടർ പ്രൊഫഷൻ കിട്ടി കഴിഞ്ഞാൽ സബ് കളക്ടറാകും, പിന്നെ സ്വതന്ത്ര ചുമതലയുള്ള കളക്ടറാകും. കളക്ടറായി നമ്മുടെ കേരളത്തിൽ തന്നെ സേവനം കുറിച്ച് ഒരുപാട് അധികാരങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കളക്ടറുടെ കയ്യൊപ്പുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര വിപുലമായ വളരെ ഏറെ നല്ല കാര്യങ്ങൾ ആൽഫ്രഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചുമതലകളെ കുറിച്ചൊക്കെ പലരും വിവിധങ്ങളായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ഈ കൂട്ടായ്മ വളരെയേറെ ഹൃദ്യവും നന്മ നിറഞ്ഞതും ലക്ഷ്യബോധമുള്ളതുമാണ്. നിങ്ങളെല്ലാവരെയും ഇതിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടിയ ഈ ഇടവകാ സമൂഹത്തെയും അതിന് തീരുമാന നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരിച്ചതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിനോട് സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആദരിക്കുന്നു. ജാതിമത വ്യത്യാസം ഈ നാടിൻ്റെ നന്മ വിളിച്ചോദിക്കൊണ്ട് നിങ്ങളെല്ലാവരും വിവിധങ്ങളായ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ഇവിടെ വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും നമ്മുടെ അഭിമാനം ആൽഫ്രഡിനെ അഭിനന്ദിക്കാനും കാണിച്ച വലിയ മനസ്സ് ഈ നാടിൻ്റെ നന്മ വിളിച്ചോതുന്ന കാര്യമാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഞാനിവിടെ ഈ മീറ്റിംഗിൽ സ്വീകരണം കൊടുത്തപ്പോൾ അവിടെ കുറച്ചധികം പിഞ്ചു ബാലികാ ബാലന്മാരെ നല്ലൊരു ദിവസം ആയിരുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാനി ആൽഫ്രഡ് സിവിൽ സർവീസ് പരീക്ഷയിൽ 87ാം റാങ്ക് കരസ്ഥമാക്കി തന്റെ പരിശീലനമൊക്കെ പൂർത്തിയാക്കി പാലക്കാട് ജില്ലയുടെ സബ് കളക്ടറായി തന്റെ കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു യുവതലമുറയെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൽഫ്രഡ് തികച്ചും വ്യത്യസ്തനാവുകയാണ്. ഭാരതം, കേരളം എൻ്റെ സ്വന്തം മണ്ണാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ കഴിവും സിദ്ധികളും ഉപയോഗിക്കേണ്ടത് എന്ന തിരിച്ചറിവോട് കൂടിയാണ് നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന, ഇവിടെയുള്ള ജനങ്ങളെ സ്നേഹിക്കുന്ന പ്രിയമുള്ള ഏറ്റവും നല്ല ഒരു യുവത്വമായ ആൽഫ്രഡ്. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാനമായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ മുന്നിലൂടെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. എന്നും എല്ലാ ഞായറാഴ്ചകളിലും ആൽഫ്രഡ് പള്ളിയിൽ പോകുന്നതാണ് ഞാനൊക്കെ കാണാറുള്ളത്. എൻ്റെ വീടിൻ്റെ മുറ്റത്തിൻ്റെ കുറച്ചപ്പുറത്തുകൂടെ നടന്നാണ് ഇവരെല്ലാവരും കുടുംബസമേതം പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ മാറി കുട്ടി പഠിച്ച് വലിയ നിലയിലെത്തി നമ്മുടെ നാടിന് തന്നെ, നമ്മുടെ പാടിയോട്ടുചാലിൻ്റെ പേര് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളെ ആൽഫ്രഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ പാലക്കാടിൻ്റെ സബ് കളക്ടറായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പിന്നീട് കണ്ണൂരിൻ്റെ കളക്ടറായി വന്ന് നമ്മുടെ നാടിനെ നന്മയിലേക്ക് നയിക്കുവാനും പാവപ്പെട്ടവർക്ക് വേണ്ടി വളരെ വിനയത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിന് ആൽഫ്രഡിന് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും പോലെ നമ്മുടെ മുന്നിലൂടെ ഈ വളർന്ന കുട്ടി വീണ്ടും വലിയ നിലകളിലേക്ക് എത്തി നമ്മുടെ നാടിനെ, നമ്മുടെ പാടിയോട്ടുചാലിനെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു കളക്ടർ. നമുക്കെന്ത് സന്തോഷമായിരിക്കും. നമ്മുടെ കണ്ണൂർ കളക്ടറായി വന്നിരുന്നെങ്കിൽ ശരിക്കും ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെങ്കിലും നമ്മുടെ കണ്ണൂരിൻ്റെ കളക്ടറായി ആൽഫ്രഡ് വരട്ടെ എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. അതുപോലെ തന്നെ അവൻ്റെ ഉന്നത പഠനത്തിനും അവൻ്റെ ഏതൊരു വളർച്ചയ്ക്കും പിന്നിൽ ഏതൊരു മക്കളായാലും അവരുടെ രക്ഷിതാക്കളാണ് അവരുടെ പിന്നിലുള്ളത്. നമുക്കറിയാം, അവരെ പഠിക്കുന്ന കാലത്തുള്ള നമുക്കെല്ലാം അവരുടെ സ്വഭാവം, അവരെ നമ്മളെ വിളിച്ചോളത്തിലും അവർ കൂടിപ്പൊളിച്ച് കടന്നു പോകുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ അവന് നമ്മുടെ മക്കളെ നമ്മൾ പുറകിൽ നിന്ന് തള്ളിവിട്ടാൽ മാത്രമാണ് അവർ മുന്നോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അവർ പഠിച്ച ഒരു കളക്ടറാണെന്നുള്ള ദൃഢനിശ്ചയം ഏതൊരു മക്കളിൽ ഉണ്ടെങ്കിലും അവർ അതിന് മുതിർന്നാൽ
സംശയമില്ല. നമ്മുടെ ആൽഫ്രഡ് നമ്മുടെ കണ്ണൂർ ജില്ലയിലല്ല, നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയായാലും നല്ല രീതിയിൽ അവന് നല്ല ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമുക്കറിയാം, ഒരു നാടിനെ ഏറ്റവും ഉന്നതിയിലേക്ക് ഉയർത്തുന്നതും ആ നാട്ടിൽ വസിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളുമാണ്. പാടിയോടിയാകുന്ന ഈ പ്രദേശത്തിന് ഒരു കുടിയേറ്റ ചരിത്രവുമായി ഈ നാട്ടിലെ ജനങ്ങൾ ഇഴകിച്ചേർന്നതിൻ്റെ ഒരുപാട് കഥകൾ ചരിത്രങ്ങളുണ്ട്. അവിടെ നിന്ന് ആ പാടിയോടിയാകുന്ന ഈ ഗ്രാമീണ പ്രദേശത്തെ ഉന്നതങ്ങളിലേക്ക് അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുവാൻ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന നമ്മുടെ പ്രിയപ്പെട്ട ആൽഫ്രഡിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഈ നാട്ടിൽ വളരെ വർഷങ്ങളായി താമസിക്കുകയും നല്ല ഒരു വ്യാപാരിയും കർഷകനുമൊക്കെയായി ജീവിക്കുകയും ചെയ്ത ശ്രീ വിൻസെൻ്റ് അവറുകൾ ഉത്തമമായ ഒരു ലക്ഷ്യബോധത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനെ ഒരുക്കി. ആ ഒരുക്കം അതിൻ്റെ പൂർണ്ണതയിൽ ഈ നാടിൻ്റെ പേരും പെരുമയും ഉയർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും നല്ല ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് ഭാരതം കടന്നുപോയത്. 145 കോടി ജനങ്ങളുടെ അഭിമാനം ഉയർത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന തരത്തിൽ ചന്ദ്രയാൻ 3 വിജയകരമായി അതിൻ്റെ ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോഴിതാ ഇവിടെ ഈ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ നാടിന് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ബഹുമാന്യനായ ആൽഫ്രഡ് സബ് കളക്ടറായി അസിസ്റ്റന്റ് കളക്ടറായി നിയമിതനായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ പാമ്പ്ളാനി പിതാവും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ സൂചിപ്പിച്ചതുപോലെ MP ഒക്കെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് തലങ്ങളിലേക്ക് വരട്ടെ. ഈ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി ഒരിക്കൽ അദ്ദേഹം ആയിത്തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നിൽ അർപ്പിച്ച കർത്തവ്യങ്ങൾ